ഇന്ന് രാവിലെ തന്നെ ഏട്ടൻ്റെ കൂടെ ഒരു വളകാപ്പ് പരിപാടിയുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് വന്നതാണ്. മറ്റാരുമില്ല ഇന്നത്തെ ഗസ്റ്റ്, നമ്മുടെ മെയിനായിട്ടുള്ള ആൾ പൂപ്പിയാണ്. ആ പൂച്ചേട്ടൻ്റെ സ്വന്തം പൂപ്പിക്കുട്ടി. അങ്ങനെ അവൾ കുറേ കഷ്ടപ്പാടിനൊടുവിൽ കുറേ ആൺകുട്ടികളുടെ കൂടെ അങ്ങോട്ട് വണ്ടി കയറി പോന്നു. അങ്ങനെ അവൾ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ അണിയിച്ചൊരുക്കലായിരുന്നു. അത് വല്ലാത്തൊരു ടാസ്ക് തന്നെയായിരുന്നു ചേട്ടന്മാരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ചേട്ടന്മാർ അവൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും അവസാനം എല്ലാം ഒരുക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ നിൽക്കാനുള്ള മടി കാരണം ഒരു കഷ്ണം എല്ലും കൂടെ കൊടുത്തിട്ടായിരുന്നു അവളെ നിർത്തിച്ചത്. പിന്നെന്താ, ഷൂട്ടിൻ്റെ സമയമായി. അങ്ങനെ ഷൂട്ട് നടന്നു. പാവം വയറും വെച്ചിട്ട് അതിനെ അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചൊക്കെ കുറേ കഷ്ടപ്പെടുത്തിൻ്റെ കെട്ടിയവൻ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം കൊണ്ട് വരുന്നത്. ഉത്തരവാദി വേറെ ആരുമല്ല, പൂപ്പിയുടെ ഭർത്താവേ. അവൻ വന്ന് കുറേ സ്നേഹപ്രകടനമൊക്കെ നടത്തിയതിന് ശേഷം എടുത്ത ഫോട്ടോ ക്ലയൻറ്റിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഭർത്താവിൻ്റെ ഒരു സ്ഥിരം സ്വഭാവമാണ്. അങ്ങനെ പൂപ്പിക്ക് ഫോട്ടോസ് കാണിച്ചു കൊടുത്തു. പൂപ്പിയോട് ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പോൾ പൂപ്പി എന്തൊക്കെയൊക്കെയോ പറയണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഡുക്കുനെ കാണിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പപ്പിക്കുട്ടീനെ കൊണ്ടുവന്നത്. പിന്നെ കുശുമ്പ് തീരെയില്ലാത്ത എൻ്റെ മോനായതുകൊണ്ട് അതിനെ കണ്ടപ്പോഴത്തേക്കും ഉപദ്രവിക്കാനാണോ അതൊരു ഇഷ്ടക്കുറവാണോ കാണിച്ചത്. അങ്ങനെ അതിനെയും കണ്ട് ഏറ്റവും അവസാനം പൂപ്പിയുടെ 5-6 ഫോട്ടോസ് കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോകുന്നു. അങ്ങനെ പൂപ്പിയും ഡെലിവറി സ്റ്റേജിലേക്ക് എത്തിയ അവസാനം